അപ്പൊ ഈ സർവീസ്, അബോധ, ഡിയാക്കോണിയ, ദശമഷ്ത എന്ന് പറയുന്നതിന്റെ ഡബിൾ മീനിങ് എപ്പോഴും ഉണ്ട്. ഒന്ന് സർവീസ് ടു ഗോഡ്, മറ്റത് സർവീസ് ടു ഹ്യൂമൻ ബീയിങ്സ്. സർവീസ് ടു ഗോഡ്, സർവീസ് ടു ഹ്യൂമൻ ബീയിങ്സ്. നമുക്കിത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഇന്നലെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്ന ആ പുള്ളിക്കാരന്മാരും പുള്ളിക്കാരികളും ഒക്കെ എന്നോട് ചോദിച്ചത് എങ്ങനെയായി സ്പിരിച്വാലിറ്റിയും സോഷ്യൽ സർവീസും കൂടെ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഏതാണ്ട് അകത്തുള്ള ഏതാണ്ടോ ഒന്നും അവരില്ല. നമുക്ക് അങ്ങനെ ഒരു വ്യത്യാസമില്ല. ദശമിഷ്ഠ, ഡിയാക്കോണിയ എന്ന് പറഞ്ഞാല് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വർഷിപ്പ് ഓഫ് ദ ടെമ്പിൾ. അബോധ എന്ന് പറഞ്ഞാൽ ടെമ്പിൾ വർഷിപ്പ് എന്നാണ്. ഓൾഡ് ടെസ്റ്റമെന്റില് അബോധ എന്ന് പറഞ്ഞാൽ നോട്ട് ജസ്റ്റ് പ്രൈവറ്റ് വർഷിപ്പ് ഓഫ് ഗോഡ്, ടെമ്പിൾ വർഷിപ്പിന് അബോധ സാധാരണ പറയുന്നത് ജെറൂസലം ടെമ്പിളിലെ വർഷിപ്പിനാണ്. അതായത് ദൈവത്തിന്, യഹോവയ്ക്ക് എല്ലാ യാഗങ്ങളും അനുദിനം യാഗങ്ങൾ അർപ്പിക്കുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണ് ദശമഷ്ഠ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അബോധ എന്ന് പറയുന്നത്. ആ അബോധയ്ക്ക് തന്നെ മറ്റേ അർത്ഥമുണ്ട്. സെർവന്റ് ഓഫ് യഹ്വേ, എബദ് യഹ്വേ, servant of the Lord. He is the one who serves the Lord and serves the people. ഈ രണ്ട് സർവീസും തമ്മിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട സംഗതി ഏതാണ്? ഓൾഡ് ടെസ്റ്റ്മെന്റിലും അതാ പ്രധാനമായിട്ടുള്ളത്. ഈ അബ്ദൂഫോ, അബോധ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബോത്ത് ദ സർവീസ് ഓഫ് ഗോഡ് ആൻഡ് ദ സർവീസ് ഓഫ് ഹ്യൂമാനിറ്റി.